നമസ്കാരം കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും നന്മ സ്വരത്തിലേക്ക് സ്വാഗതം. നമ്മൾ സെപ്റ്റംബർ 14 ഓസോൺ ദിനം ആചരിക്കുന്നു. ഓസോൺ ഭൂമി ചൂടുന്നൊരു കുട. സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ രശ്മികളെ തടഞ്ഞ് ഭൂമിയെ സംരക്ഷിക്കുന്ന കവചം. അതായത് ഓസോൺ ഇല്ലാത്ത ഭൂമി മേൽക്കൂര ഇല്ലാത്ത വീട് പോലെയാണ്. ഈ അവസരത്തിൽ ഭൂമി നേരിടുന്ന മലിനീകരണത്തെ കുറിച്ച് ഞാൻ ഓർത്തു പോകുകയാണ്. നോക്കൂ, ശ്രീ ബാലചന്ദ്രന്റെ ഭൂമി നേരിടുന്ന മലിനീകരണത്തെ കുറിച്ചുള്ള കവിതയിലെ ഏതാനും വരികൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ട് പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെയെന്നെൻ പിറവിയെന്ന് വിത്തുകൾ തൻ മന്ത്രണം. സ്വാർത്ഥ ചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോർ ചുട്ടെരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. ഒരുമയോടെ നമുക്കു നീങ്ങാം, തുയിലുണർത്തുക കൂട്ടരെ. ഒരുമയോടെ നമുക്കു നീങ്ങാം, തുയിലുണർത്തുക കൂട്ടരെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം